നമ്മുടെ ചുറ്റും യുവാക്കളിൽ പോലും പെട്ടെന്നുള്ള കുഴഞ്ഞു വീണുള്ള മരണം, ഹാർട്ട് അറ്റാക്ക് കാരണമായിട്ടുള്ള മരണം ധാരാളം കൂടി വരുന്നത് നമ്മൾ ന്യൂസിൽ എപ്പോഴും കാണാറുള്ള ഒന്നാണ്. ചെറുപ്പക്കാരിൽ ഹൃദയാഘാതമുള്ള മരണങ്ങൾ കേരളക്കാജനമായി റിപ്പോർട്ടുകൾ ജനങ്ങൾ വലിയ ആശങ്സിച്ചിരിക്കുകയാണ്. ഇതിന് എല്ലാത്തിനു പിറകിലും ഒരേ കാരണങ്ങൾ അല്ലെങ്കിൽ പോലും ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത് ഒരു സൈലന്റ് കില്ലർ ആയിട്ടുള്ളത് ഉയർന്ന കൊളസ്ട്രോൾ തന്നെയാണ്. ഇതിന് കാരണം എന്ന് പറയുന്നത് മാറിയ ജീവിത രീതിയാണ്, മാറിയ ഭക്ഷണ രീതി, അതായത് ജങ്ക് ഫുഡ്സുകളുടെ കൂടുതലായിട്ടുള്ള ഉപയോഗം, അതുപോലെ തന്നെ ഒരേ സ്ഥലത്തിരുന്ന് നമ്മൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇരുന്നുള്ള ജോലികൾ, വ്യായാമക്കുറവ്, ഇതെല്ലാം ഇതിന് കാരണമാവുന്നുണ്ട്. ഇതെല്ലാം സൈലൻ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട്. കൊളസ്ട്രോൾ തുടക്കത്തിൽ യാതൊരുവിധ ലക്ഷണങ്ങളും കാണിക്കില്ല. ഒരുപാട് നാളായിട്ട് കൊളസ്ട്രോൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പതുക്കെ അത് രക്തക്കുഴലുകളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ കാരണമാവുകയും ഗുരുതരമായിട്ടുള്ള ഹൃദയരോഗത്തേക്കും പെട്ടെന്നുള്ള മരണത്തിലോട്ടും ഇത് കാരണമാവുന്നുണ്ട്. ശരിക്കും കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. എപ്പോഴാണ് കൊളസ്ട്രോൾ അപകടകാരിയാവുന്നത്, കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ ഫാത്തിമ തശ്വിന ഫ്രം ഡോക്ടർ ഹിബാസ് അരോവിയ ക്ലിനിക് പെരിന്തൽമണ്ണ. കൊളസ്ട്രോൾ എന്നുള്ളത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഫങ്ഷൻസിന് ആവശ്യമായിട്ടുള്ള ഒരു കൊഴുപ്പ് പോലെയുള്ള ഒരു ഘടകമാണ്. അതായത് ശരീരത്തിലുള്ള കോശങ്ങളുടെ നിർമ്മാണത്തിനും അതുപോലെ തന്നെ വിവിധ തരം ഹോർമോൺസ്, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, ടെസ്റ്റോസ്റ്റിറോൺ പോലെയുള്ള ഹോർമോൺസിൻ്റെ നിർമ്മാണത്തിനും അതുപോലെ തന്നെ വൈറ്റമിൻ ഡി യുടെ നിർമ്മാണത്തിനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അത്യാവശ്യ ഘടകമാണ് കൊളസ്ട്രോൾ. പക്ഷെ എപ്പോഴാണ് കൊളസ്ട്രോൾ ഒരു വില്ലനായിട്ട് മാറുന്നത്, ഒരു സൈലന്റ് കില്ലറായിട്ട് മാറുന്നത്? നമ്മുടെ ജീവിത രീതി കാരണം കൊളസ്ട്രോൾ കൂടുമ്പോൾ, പ്രത്യേകിച്ച് ചീത്ത കൊളസ്ട്രോൾ LDL കൊളസ്ട്രോൾ കൂടുന്ന സമയത്താണ് രക്തക്കുഴലിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുകയും അത് പെട്ടെന്നുള്ള അറ്റാക്ക് പോലെയും അതുപോലെ സ്ട്രോക്ക് പോലെയുള്ള അസുഖങ്ങളിലേക്ക് നയിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊളസ്ട്രോൾ എന്നുള്ളത് തുടക്കത്തിൽ യാതൊരുവിധ ലക്ഷണങ്ങളും നമ്മുടെ ശരീരത്തിൽ കാണിക്കില്ല. പിന്നെ കുറച്ച് ടൈം ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ ചിലപ്പോൾ OPയിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾക്ക് വരുന്നവർ പറയാറുണ്ട്, ഇപ്പോൾ കുറച്ചായിട്ട് ഞാനൊന്ന് സ്റ്റെപ്പ് കയറുമ്പോൾ പോലും, ചെറുതായിട്ടൊന്ന് നടക്കുമ്പോൾ പോലും അമിതമായിട്ടുള്ള കിതപ്പ് തോന്നുക, നെഞ്ചിനൊരു ഭാരം തോന്നുക, അതുപോലെ തന്നെ ഈ കയ്യിലും കാലിലൊക്കെ വേദന തോന്നുക എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുമ്പോൾ അപ്പോഴായിരിക്കും ആദ്യമായിട്ട് അവർക്ക് കൊളസ്ട്രോൾ ഉണ്ട് എന്ന് അറിയുന്നത്. അപ്പോൾ ഈ കൊളസ്ട്രോൾ കുറച്ച് കാലം ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ ഇതൊക്കെയാണ്. അതായത് നല്ല കിതപ്പ് തോന്നുക, നെഞ്ചിനൊരു ഭാരം തോന്നുക, കയ്യിലും കാലിലൊക്കെ ഒരു മരവിപ്പ്, വേദന, പെട്ടെന്ന് ക്ഷീണം തോന്നുക. ചിലരിൽ കണ്ണിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് മഞ്ഞ കളറിലുള്ള ഫാറ്റ് ഡെപ്പോസിറ്റ്സ്, മഞ്ഞ കളറിലുള്ള ഒരു നൊഡ്യൂള് പോലെ കാണുന്ന രീതിയിലും കൊളസ്ട്രോൾ ഉള്ളവരിൽ ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെയാണ് കൊളസ്ട്രോൾ ഉള്ളവരിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഇത് കൺട്രോൾ ചെയ്ത് പോകേണ്ടതുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ബ്ലോക്കിലോട്ട് നയിക്കുകയും അത് ചിലപ്പോൾ സ്ട്രോക്കായിട്ടോ അല്ലെങ്കിൽ ഹൃദയാഘാതം, അറ്റാക്ക് പോലെയുള്ള ബുദ്ധിമുട്ടിലേക്കോ നയിച്ചേക്കാം. അപ്പോൾ കൊളസ്ട്രോൾ നിയന്ത്രിച്ച് പോവേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊളസ്ട്രോൾ കൂടുന്നതെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ കാരണം മാത്രമല്ല, നമ്മുടെ ജീവിതശൈലിയിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് കൊളസ്ട്രോൾ കൂടാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വ്യായാമക്കുറവ്, ഇപ്പോൾ കൂടുതലായിട്ടും ഒരു സെഡൻറ്ററി ഹാബിറ്റാണ്, കൂടുതലായിട്ട് ശരീരം അനങ്ങിയിട്ടുള്ള ജോലികൾ ചെയ്യുന്നില്ല. ഒരു ഓഫീസ് ടൈപ്പ് ജോബ്സ്, ഒരേ ടൈം ഒരു 9 to 5 ജോബ്സ്, ഒരേ ഡെസ്കിലിരുന്ന് ഒരേ രീതിയിൽ ജോലികൾ ചെയ്യുമ്പോൾ എക്സസൈസുകൾ കുറവാണ്. അതുപോലെ തന്നെ ഉയർന്ന മാനസിക സമ്മർദ്ദം, അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ, കൂടുതലായിട്ട് പുറത്തുള്ള ഭക്ഷണങ്ങൾ, ജങ്ക് ഫുഡ്സ്, എണ്ണയിൽ പൊരിച്ചതും വറുത്തതും ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ അമിതമായിട്ടുള്ള മധുരം അടങ്ങിയിട്ടുള്ള പേസ്ട്രി, സോഫ്റ്റ് ഡ്രിങ്ക്സ് പോലെയുള്ള ഭക്ഷണങ്ങളും കൊളസ്ട്രോളിന് സാധ്യതയുള്ളവർ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉള്ളവർ ഒഴിവാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കൂടുതലായിട്ട് മധുരം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, പേസ്ട്രീസ്, പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇതിലൊക്കെ ബേക്കറി ഐറ്റംസ്, അതുപോലെയുള്ള ഭക്ഷണങ്ങളും കൊളസ്ട്രോളിന് സാധ്യതയുള്ളവരും കൊളസ്ട്രോൾ ഉള്ളവരും ഒഴിവാക്കേണ്ടതുണ്ട്. ഇതിനർത്ഥം ഒരിക്കലും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കരുത് എന്നല്ല, പക്ഷെ എല്ലാത്തിലും ഒരു ലിമിറ്റ്, എല്ലാത്തിലും ഒരു മിതത്വം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഇതുപോലെ ജീവിതശൈലി കാരണം കൊളസ്ട്രോളിന് റിസ്ക് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആദ്യം മുതലേ ഇതിലൊരു കൺട്രോൾ അല്ലെങ്കിൽ ഒരു ലിമിറ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഭാവിയിൽ ഈ കൊളസ്ട്രോളിനുള്ള സാധ്യത വളരെയധികം കുറക്കാനായിട്ട് സാധിക്കും. ഇനി എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത്? കൂടുതലായിട്ടും എണ്ണ പലഹാരങ്ങൾ അതുപോലെയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കി കൂടുതലായിട്ട് പഴങ്ങളും പച്ചക്കറികളും നിങ്ങളെ ഡയറ്റിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ തവിട് അടങ്ങിയിട്ടുള്ള ധാന്യങ്ങൾ, ഓട്സ്, ഇൻസ്റ്റൻറ്റ് ഓട്സിന് പകരം റോൾഡ് ഓട്സ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. പയറുവർഗ്ഗങ്ങൾ, ഇതെല്ലാം നിങ്ങളെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ നട്ട്സ്, ആരോഗ്യകരമായ കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള നട്ട്സ്, ബദാം അല്ലെങ്കിൽ വാൾനട്ട് പോലെയുള്ള നട്ട്സ് ദിവസം ഒരു 4 വീതം കഴിക്കുന്നത് കൊളസ്ട്രോൾ ഉള്ളവരിൽ ചീത്ത കൊളസ്ട്രോൾ കുറക്കാൻ വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ആരോഗ്യകരമായിട്ട് കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള മറ്റൊരു ഭക്ഷണമാണ് അവക്കാഡോ അല്ലെങ്കിൽ ബട്ടർ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് നിങ്ങൾ ചീത്ത കൊളസ്ട്രോൾ കുറക്കാനും നല്ല കൊളസ്ട്രോൾ കൂട്ടാനും വേണ്ടി ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറക്കാൻ വേണ്ടി നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്ന മറ്റൊരു ഭക്ഷണ പദാർത്ഥമാണ് വെളുത്തുള്ളി എന്ന് പറയുന്നത്. വെളുത്തുള്ളി ഡെയിലി ഒരു 1-2 അല്ലി നിങ്ങൾക്ക് കുക്ക് ചെയ്ത് ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ റോ ആയിട്ട് പച്ചക്ക് 1-2 അല്ലി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം നിങ്ങൾക്ക് സാലഡിലോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചവച്ചരിച്ച് കഴിക്കുന്നതും നിങ്ങൾ ചീത്ത കൊളസ്ട്രോൾ കുറക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇതിലടങ്ങിയിട്ടുള്ള ആലിസിൻ കോമ്പൗണ്ടാണ് ഈ കൊളസ്ട്രോൾ കുറക്കാൻ വേണ്ടി, ചീത്ത കൊളസ്ട്രോൾ ആയിട്ടുള്ള LDL കുറക്കാനും അതുപോലെ തന്നെ നല്ല കൊളസ്ട്രോൾ ആയിട്ടുള്ള HDL കൂട്ടാൻ വേണ്ടിയിട്ടും ഈ ആലിസിൻ കോമ്പൗണ്ട്, ഈ ഗാർലിക്കിൽ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ വെളുത്തുള്ളിയിൽ അടങ്ങിയിട്ടുള്ള ആലിസിൻ കോമ്പൗണ്ട് കൊളസ്ട്രോൾ കുറക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഭാവിയിൽ ഇതുപോലെ ബ്ലോക്ക് കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഈ വെളുത്തുള്ളി കഴിക്കുമ്പോൾ ചിലർക്ക് ഗ്യാസ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് അത് കൂടാനായിട്ട് കാരണമാവുന്നുണ്ട്. അപ്പോൾ അത്തരം ആളുകൾ അത് ഒഴിവാക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് തേൻ ആഡ് ചെയ്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം ബുദ്ധിമുട്ടുകൾ ഒരു പരിധി വരെ കുറക്കാൻ പറ്റും. അതേപോലെ തന്നെ ബാഡ് ബ്രത്തിന് കാരണമാവുന്നുണ്ട്. അപ്പോൾ അത്തരം ആളുകൾ ഇത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ മറ്റൊരു ഭക്ഷണമാണ് ആപ്പിളിൽ അടങ്ങിയിട്ടുള്ള പെക്റ്റിൻ എന്ന കോമ്പൗണ്ട് ഇതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് നെല്ലിക്ക ഡെയിലി ഒരു 2 നെല്ലിക്ക വെച്ച് ജ്യൂസ് അടിച്ച് കുടിക്കുക, അല്ലെങ്കിൽ നെല്ലിക്ക പൗഡേഴ്സ് അവൈലബിൾ ആണ്. അത് ഭക്ഷണത്തിൽ ആഡ് ചെയ്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചീത്ത കൊളസ്ട്രോൾ കുറക്കാൻ വേണ്ടി ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. കൂടാതെ നിങ്ങൾക്ക് omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ചെറു മത്സ്യങ്ങൾ, അയില, മത്തി പോലെയുള്ള മത്സ്യങ്ങൾ പൊരിച്ച് കഴിക്കാതെ വേവിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും കൊളസ്ട്രോൾ കുറക്കാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഭക്ഷണക്രമത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്ന പോലെ തന്നെ വ്യായാമം, എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെയിലി നിങ്ങളൊരു 20 അല്ലെങ്കിൽ 30 മിനിറ്റ് എക്സസൈസ് ചെയ്യുക. ആഴ്ചയിൽ മിനിമം ഒരു 150 മിനിറ്റ് എക്സസൈസ് ചെയ്യൽ കൊളസ്ട്രോളിന് റിസ്ക് ഉള്ളവർ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉള്ളവർ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഉയർന്ന മാനസിക സമ്മർദ്ദം കുറക്കാനും ബ്രീത്തിങ് എക്സസൈസ്, മെഡിറ്റേഷൻസ് പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. കൂടാതെ തന്നെ നല്ല രീതിയിലുള്ള ഉറക്കം, ഇതും നിങ്ങളുടെ മാനസിക സമ്മർദ്ദം കുറക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതിനായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറക്കക്കുറവിനുള്ള കാരണം മാനസിക സമ്മർദ്ദമാണെന്നുണ്ടെങ്കിൽ അത് കുറക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. മറ്റെന്തെങ്കിലും മെഡിക്കൽ റീസൺസ് ഉണ്ടോ എന്ന് പരിശോധിച്ച് അതും ട്രീറ്റ് ചെയ്യൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു 40 വയസ്സിന് ശേഷം പ്രത്യേകിച്ച് ഫാമിലി ഹിസ്റ്ററി ഉള്ളവരാണ്, കൊളസ്ട്രോൾ പാരമ്പര്യമായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് BP-യും അതുപോലെ തന്നെ പ്രമേഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ 6 മാസത്തിലൊരിക്കലോ ലിപ്പിഡ് പ്രൊഫൈൽ നോക്കേണ്ടതുണ്ട്. കാരണം തുടക്കത്തിൽ തന്നെ ഐഡൻറ്റിഫൈ ചെയ്താൽ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടും നിങ്ങളുടെ ഭക്ഷണ രീതി കൊണ്ടും എക്സസൈസ് കൊണ്ടും ഇത് നമുക്ക് പെട്ടെന്ന് കുറച്ചെടുക്കാവുന്നതാണ്. ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് ചെക്ക് ചെയ്യാൻ നമ്മൾ കുറച്ച് ലേറ്റായി പോയാൽ, പ്രത്യേകിച്ച് ഈ ഒരു ടെൻഡൻസി ഉള്ളവരിലാണെന്നുണ്ടെങ്കിൽ അത് പിന്നീട് ഹൃദയരോഗങ്ങളിലോട്ടും സ്ട്രോക്കിലോട്ടൊക്കെ നയിക്കാൻ കാരണമാവുന്നുണ്ട്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈ ഒരു റിസ്ക് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ 6 മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലോ ലിപ്പിഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഒരിക്കലും കൊളസ്ട്രോൾ എന്നുള്ളത് ഒരു ദിവസത്തിൽ ഉണ്ടാകുന്നതല്ല, ഒരു ദിവസത്തിൽ നമുക്ക് കുറക്കാനും പറ്റുന്നതല്ല.
പക്ഷെ ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ വ്യായാമം ചെയ്യുക, മാനസിക സമ്മർദ്ദം കുറയ്ക്കുക, ഇങ്ങനെ നിങ്ങൾ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ കൊളസ്ട്രോളിൻ്റെ റിസ്ക് വളരെയധികം കുറയ്ക്കാനായിട്ട് സാധിക്കും. ഞാനീ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് കൺസൾട്ടേഷന് വേണ്ടിയോ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഫാത്തിമ തഷ്ഫിന ഫ്രം ഡോക്ടർ ഹിബ സരോവിയ ക്ലിനിക് പെരിന്തൽമണ്ണ.